പേരൻസിനെ നോക്കാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ നല്ല ഈ കാലത്ത് അങ്ങനെ കുറേ കേസുണ്ട്. മനുഷ്യത്വവും അതിൽ ആവശ്യമുണ്ട്. നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ വിളിച്ചത് എല്ലാവരും എന്നെ വിളിച്ചത് ഹോബിയാണ്. എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. നല്ലൊരു ഫിലിം. ഒരുപാട് നാൾ ശേഷം മലയാള സിനിമ നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. മലയാള സിനിമയിലെ ഒരു പുതിയൊരു നായകൻ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജയരാജ് കോഴിക്കോട് മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാണ്. ഒരു പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്നു, തുടർന്ന് പ്രായമായിട്ടും കല്യാണം കഴിക്കുന്ന അവസാനം മരണത്തിൽ അവർക്ക് ഒന്നിക്കുന്ന ഒരു മെസ്സേജുള്ള സിനിമയാണ്. പിന്നെ അഭിജിത്ത് അശോകൻ്റെ മികച്ച ഡയറക്ഷനും ഈ സിനിമയ്ക്ക് വർക്കൗട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട സിനിമയാണ് ജനനം 1947 പ്രയം തുടങ്ങുന്നത്. നായിക ലീല സാംസൺ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പ്രായമായപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കത്തിന് കൊണ്ടെന്ന് പറഞ്ഞിരിക്കും. നല്ല മൂവിയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഒത്തിരി ചിരിക്കാനുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. എല്ലാവരുടെ ആക്ടിങ് സൂപ്പറായിരുന്നു. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പടത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പടം വന്ന് കണ്ട് ഫീൽ ചെയ്യാം. പടം അത്ര ഫീലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കൊച്ചു പടങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് കാണേണ്ടതാണ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും നല്ല പടമായിരുന്നു. നമ്മൾ വേറെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു ഏജൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അവരുടെ ആഗ്രഹത്തിനൊപ്പം മക്കളും നിൽക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയെന്ന് പറഞ്ഞു കൂടെ ഇരുന്നുണ്ടപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരും. ലാസ്റ്റ് സങ്കടം വന്നു. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഭയങ്കര സിനിമ. എല്ലാവരും കാണണം. പ്രത്യേകിച്ച് പിള്ളേരാണത് കണ്ടിരിക്കുന്നത്. നമ്മൾ അച്ഛനമ്മമാരുടെ അവരുടെ ഒക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവരും കാണാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും.